മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിൻ്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം മഹത്വവൽക്കരിക്കുന്നത്. മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല. ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ എനിക്കിനി പല കാര്യങ്ങളും പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് ഈ CM ഈ കഥാം സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ? എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വാരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും, കടല മറക്കുന്നവനറിയും, ടാക്സിക്കാർക്കറിയും. ഒന്ന് വിളിച്ചോ CM? എന്താണ് ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? എന്താണ് നാട്ടിലെ സംസാരം? ഉണ്ടായില്ലല്ലോ. ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല. എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട്. 50-60 വർഷമായി ഗേറ്റ് അടക്കാറില്ല. ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്. അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതല്ല ADGP ഈ കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് CM എത്തിയോ എന്ന് CM-ഉം പാർട്ടിയും പരിശോധിക്കണം. പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് വെക്കൂല. അല്ലോ ആശ്വാസമായല്ലോ. പടച്ചോനെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മഹേശ്വരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കടില്ല പോവല്ലേ.
അങ്ങനെ പിറ്റേ ദിവസം അവിടെ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു. സി എമ്മിൻ്റെ ഓഫീസിൽ വന്നു. എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SITയുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30 കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12:30 ഞാൻ ചെല്ലുന്നു. സി എം മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ സി എം ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന സി എമ്മിൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ സി എമ്മിന് കൊടുക്കുകയാണ്. സി എം വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് കേൾക്കും. അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു പറഞ്ഞ് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിൽ സ്വാഭാവികമല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും സി എമ്മിനോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല സി എം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സി എം 5-8 മാസം മുമ്പ് സി എമ്മിനോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, സി എം സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. സി എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മിനെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഇവർ ആ സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാന്ന്. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്യർ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പം ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഞാൻ പറഞ്ഞു, സി എം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു. സി എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ, 8-9 മാസം മുമ്പ് ഞാൻ പറഞ്ഞത്. പുള്ളി പ്രതികരിച്ചില്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെറിയ ചിരിച്ചു, യെസ് എന്നുള്ള പോലെ ഈ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സി എം 2021 ഈ ഗവൺമെൻറ് 2ാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടാണ്. ഞാനടക്കം സി എമ്മിൻ്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. സി എം നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ സി എം അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി. കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ സി എമ്മിൻ്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല. സി എം ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. സി എം 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എമ്മിനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ, കേട്ടിരിക്കുകയാണ് സി എം. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിൻ്റെ ഇടയിൽ. ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് സി എം. ഇനി അവനെ വിശ്വസിക്കരുത്. ഞാൻ പറയാണ്, ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്തായി, എനിക്ക് തൊണ്ടയിടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണിന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന്, അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്ന ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു ഓടുന്നു. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു.
കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് സി എമ്മിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തെടുക്കാൻ മാർഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു സി എമ്മിനോട്, സി എം എ, ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായത് ഈ കേസിൽ വലിയ പ്രയാസം വരും സി എം എ, അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പം ഈ വായിച്ചപ്പോൾ തന്നെ സി എമ്മിന് മനസ്സിലായതല്ലോ. അപ്പോൾ സി എം എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആൾ സാധുവല്ല സി എം എ, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു, സി എം എ പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണം നടന്നില്ല. അപ്പം എന്താ എനിക്ക് വീണ്ടും ആവേശമായി. സി എം അത്രയും സപ്പോർട്ടല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ഉണ്ടെങ്കിൽ. അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നു, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ്. ഇപ്പം പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത്, അല്ലേ? എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? എന്താ അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പം തെളിയും എന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കൾ, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുക, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും UDF പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂർ ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം ഇത് തന്നെ. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. നീ എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം? അതിനിടയിൽ 4 ഡോക്യുമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെന്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെന്റ് മാത്രം നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേടുകൊണ്ട് പറയാ, അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും പാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഉത്തരം പറയണം. ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്ത് വന്നത്. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും. അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ. പാർട്ടി സഖാക്കൾ എങ്ങോട്ട് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട.
പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട, പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട. പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ. അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം. അതല്ലേ എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും, അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കമില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ്? പല ഉപജാപക സംഘങ്ങളാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെയായിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൻ്റെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള. അപ്പോൾ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ പി ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം. അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവർ തീരുമാനിക്കണം. ഇതൊരു പ്രധാന വിഷയമാണ്. എന്റെ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പോൾ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ട് ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കിപ്പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് PV അൻവറെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യന്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്. ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എൻ്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല. രാജ്യമൊക്കെ നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ അതിന് ആ പൊതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണവരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിൻ്റെ അടിയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA രാജിവെക്കും വെച്ചിട്ട് ആരും ഇപ്പം ഈ പറഞ്ഞ ആളുകളോട് ഇപ്പം ഇത് കോൺഗ്രസ്സിൽ എടുക്കൂല, ലീഗിൽ എടുക്കൂല, മൂപ്പർക്ക് BJPക്ക് പോകാനും പറ്റില്ല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കും ചെയ്തു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി. അതിന് ആരും കാത്തു നിൽക്കണ്ട, മനസ്സിലായില്ലേ?
ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? പൂരം തൃശ്ശൂരും ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം, അതല്ലേ? എല്ലാവർക്കും സമം. എന്ത് സമം? ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കം എനിക്കില്ല. രാജ്യമൊക്കെ നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാൽ അതിന് ആ പൊതി വെച്ച് ആരും നിൽക്കണ്ട.